പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വെൽവിഷറാണ്. തനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് സാമുവൽ എന്നാണ്. അദ്ദേഹം ചില ബുദ്ധിമുട്ടുകളാൽ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ അങ്കിളിനെയും ആൻറ്റിയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. അവരുടെ മേൽ ദൈവത്തിൻ്റെ പുതിയ കൃപ, പുതിയ അനോയിൻറ്റിങ്, പുതിയ ഒരു അഭിഷേകം, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവരുടെ ശരീരം മുഴുവൻ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അത് വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തെ നിറയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, ഹല്ലേലൂയ. അഹരോൻ്റെ താടിയിലൂടെ ഒഴുകി എന്ന് പറയുന്നത് പോലെ ആ അഭിഷേക തൈലം അവരുടെ തല മുതൽ പാദം വരെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് അവരുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായൊരു സൗഖ്യം. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗത്താൽ കടന്നു പോകുന്നു. എന്നാൽ ഞങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ അത് ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. ഈ കുടുംബത്തിൻ്റെ മേൽ ഒരു പ്രത്യേക ചലനം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തുറക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരെ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, അവരുടെ മേൽ അത്യന്തമായ ഒരു അഭിഷേകം ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. മകളെയും കുടുംബത്തെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുകയാണ്. അവരുമായിരിക്കുന്നിടത്ത് ദൈവവേലയിൽ ശക്തിപ്പെടാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ സാമുവൽ എന്ന മകനെ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ റിലീസ് ചെയ്യുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ ഹാർവസ്റ്റ് TVയിൽ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രോഗ്രാമുകൾ കാണുകയും അത് മറ്റുള്ള ഒരു വ്യക്തിയോടും കൂടെ അത് ഷെയർ ചെയ്യുകയും ചെയ്താട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിരന്തരം നമ്മുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സൂം മീറ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആ സൂം മീറ്റിങ്ങിൻ്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കാം. ഞാൻ തന്നെ അത് എടുക്കുകയും നിങ്ങളോട് മിണ്ടുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എപ്പിസോഡ് ഇതിൽ സ്പോൺസർ ചെയ്യാൻ, ഹാർവസ്റ്റ് TVയിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇതേ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന ഡേറ്റിലാണ് നമ്മുടെ ജീവിതം മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ജീവിക്കാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് നമ്മുടേതെന്ന് പറയാൻ ഒരു ജീവിതം ഉണ്ട്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ആ ജീവിതത്തെ വെറുത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ തുറക്കുന്ന പുതിയൊരു ജീവിതം അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ബയോസ് എന്ന് പറയുന്ന ഒരു സാധാരണ ജീവനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അകത്ത് സൂക്കേ എന്ന് പറയുന്ന ഒരു സാധാരണ ജീവനുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 ജീവനുകൾ ഹല്ലേലൂയ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ മൂന്നാമതൊരു ജീവൻ നമ്മുടെ അകത്ത് ഹല്ലേലൂയ ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞട്ടെ, മൂന്നാമതൊരു ജീവൻ എന്നിൽ ആക്ടിവേറ്റ് ആയി. ആ ജീവന്റെ പേരാണ് സോയെ ലൈഫ്. ഹല്ലേലൂയ. അത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന ദിവസം തൊട്ട് വാസ്തവത്തിൽ എൻ്റെ ജീവിതം വേറെ ആയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. കാരണം എൻ്റെ അകത്ത് വന്നത് വേറൊരു ജീവനാണ്, സ്വർഗീയ തലത്തിലുള്ളൊരു ജീവനാണ്,
സ്വർഗീയമായൊരു ജീവനാണ്, ആത്മീയമായൊരു ജീവനാണ്, ദൈവത്തിൻ്റെ അതേ ജീവനാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ദൈവികമാകുന്ന ഒരു ജീവൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മീനായിട്ടിരിക്കുന്നത്, ഒരു മത്സ്യമായിട്ടിരിക്കുന്നത്, അതിൻ്റെ അകത്ത് മത്സ്യത്തിൻ്റെ ജീവൻ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു പക്ഷി പറക്കുന്നത്, ആമേൻ, പക്ഷിക്കകത്ത് പക്ഷിയുടെ ജീവൻ ഉള്ളത് കൊണ്ടാണ്. ഓ ഷാറാബാലഹ. ഒരു സിംഹം ഗർജിക്കുന്നത്, ആമേൻ, സിംഹക്കുട്ടിയും അതുപോലെ ഗർജിക്കുന്നത്, അതേ ജീവൻ അവരിലുള്ളത് കൊണ്ടാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, വീണ്ടും ജനനത്തിലൂടെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ അതേ ജീവൻ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആ തിരിച്ചറിവിലേക്ക് നിങ്ങൾ കയറി വന്നാൽ, ഓ ഷാറാബാലാഖാറ്റസിയ, നിങ്ങളുടെ ജീവിതം മാറും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു, നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ അകത്ത് ദൈവം എന്താണ് തന്നത്, പകർന്നത്, എന്താണ് നമ്മുടെ ഉള്ളിൽ വന്നതെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറും. അതിനെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയാൽ നമ്മുടെ ലൈഫ് മാറും. ഹല്ലേലൂയ. ഓ റാബാ സേറ്റേയ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, വിശുദ്ധന്മാരുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയാണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പൗലോസ് പറയും, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികം അറിയണം, അതിന് ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരണം. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ദൈവത്തെ, എൻ്റെ അകത്ത് വന്നതിനെ, എൻ്റെ അകത്ത് ദൈവം പകർന്നതിനെ ഞാനൊന്ന് അറിയണം. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അകത്ത് സാധാരണ ജീവനല്ല, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ജീവനല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവനല്ല, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ജീവനല്ല, അതിന് പുറമെ ഒരു ജീവൻ നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ആ ജീവനെ ശ്രദ്ധിച്ച് ജീവിക്കുക, ആ ജീവനെ വളർത്തുക, ആ ജീവൻ തഴയ്ക്കട്ടെ, ആ ജീവൻ പടരട്ടെ. അതാണ് ക്രിസ്തീയ ജീവിതം. ഓ ഷാറാബാകാറ്റസിയ, ഓ റാബാലഹസിയാറ്റസിയ. നിങ്ങളുടെ അകത്ത് വന്ന ദൈവത്തിൻ്റെ ജീവനെ നിങ്ങൾ വളർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നിങ്ങളുടെ അകത്ത് വന്ന ദൈവത്തിൻ്റെ ജീവൻ അതിങ്ങനെ ടപ്പ് 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 എന്ന് പറഞ്ഞ് ഇടിക്കുകയാണ്. ഒരു ഹാർട്ട് ഇടിക്കുന്നത് ബയോസ് എന്ന ജീവൻ കൊണ്ടാണെങ്കിൽ, അതെല്ലാവർക്കും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു ആത്മമനുഷ്യൻ ടപ്പ് 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 എന്നിടിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തൊരു പുതുമനുഷ്യൻ ടപ്പ് 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 എന്നിടിക്കുന്നുണ്ട്. ഓ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് ഒരു മരണം നടന്നു. ആദാമിൽ നടന്ന അതേ മരണം നമ്മുടെ സ്പിരിറ്റ് തലത്തിൽ നടന്നായിരുന്നു. പക്ഷെങ്കിൽ ക്രിസ്തുവേ, യേശുവേ എന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, സംഭവിച്ചത് നിങ്ങളൊരു മതത്തിൽ ചേരുവല്ല ചെയ്തത്, സംഭവിച്ചത് നിങ്ങളൊരു ചർച്ചിൽ ചേരുവല്ല ചെയ്തത്, സംഭവിച്ചത് ഇതൊന്നുമല്ല. സംഭവിച്ചത് നിങ്ങളിൽ ഒരു ജീവൻ തുടിക്കാൻ തുടങ്ങി. ടപ്പ് 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 ടപ്പ്. നിങ്ങളിൽ ഒരു പുതുജീവൻ ടപ്പ് 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 ലബ്ഡം ലബ്ഡം എന്നിടിക്കുന്നുണ്ട്. നിങ്ങൾ ആ ആത്മാവിൻ്റെ ശബ്ദം ഒന്ന് കേട്ടെ. ഇന്ന് അത് കുഞ്ഞായിട്ടിരിക്കുമായിരിക്കാം. ഇന്ന് ആ ആത്മാവ്, നിങ്ങളുടെ അകത്ത് വന്ന ആത്മാവ് ഒരു ശിശുത്വത്തിൻ്റെ ഫോർമാറ്റിൽ ഇരിക്കുമായിരിക്കാം. അതുകൊണ്ടാണ്, ഓ ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എൻ്റെ ലൈഫിൽ വലിയ സംഭവം ഒന്നും നടന്നില്ല ബ്രദറെ എന്ന് നിങ്ങൾ പറയുന്നത്. അത് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് അറിയാമോ? നിങ്ങളുടെ അകത്ത് ജീവനില്ലാത്തതുകൊണ്ടല്ല, അതിനെ വളർത്തിയില്ല. ഓ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് വീഴുന്ന ഉടനെ അവൻ വലിയ സംഭവം ആകത്തില്ല. പക്ഷേ നാളുകളിൽ അവൻ ചിലപ്പോൾ ഒരു IAS കാരനാകാം. അവൻ ബുദ്ധിയിൽ വളർന്നാൽ അവൻ ഒരു കളക്ടറാകാം. അവൻ ശരീരത്തിൽ വളർന്നാൽ ചിലപ്പോൾ അവൻ ഒളിമ്പിക്സിൽ കയറാം. അവൻ ഫേമസ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ അതിശക്തമാണ്. പക്ഷെ അവൻ വളർന്നാൽ അവൻ ഫേമസ് ആകും. അവൻ വളർന്നാൽ മാത്രമേ അവൻ അകത്തുണ്ടെന്ന് നമുക്ക് അറിയത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അകത്ത് വന്നവനെ തിരിച്ചറിയുക, അകത്ത് വന്ന ജീവനെ പോഷിപ്പിക്കുക, അകത്ത് വന്ന ജീവനെ ജീവൻ കൊടുത്തോണ്ടേയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പുറത്തുള്ള ജീവനെ പോഷിപ്പിക്കുവാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ ആഹാരം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, നിങ്ങൾ വ്യായാമം ചെയ്യുന്നു, നിങ്ങൾ പല 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 കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എന്തിനാണ്? നിങ്ങളുടെ പുറത്തെ ജീവൻ, ബയോസൂക്കെ, ഈ രണ്ട് ജീവനുകൾ, അങ്ങനെയാണ് ഗ്രീക്ക് പദം കേട്ടോ. ബയോസ്
ഐലോസ് സൂക്കെ, ഈ 2 ജീവനുകളെ പോഷിപ്പിക്കുവാൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതല്ല, ഇത് 2നെയും നിയന്ത്രിക്കേണ്ട മൂന്നാമത്തെ അല്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ 1ാമത്തെ ജീവൻ സോയയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അതേ ജീവൻ, യേശുവിൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരാത്മ മനുഷ്യൻ എൻ്റെ അകത്ത് ടപ് 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 എന്നിടിക്കുന്നുണ്ട്. നിങ്ങളുടെ നെഞ്ചിൻ്റെ പുറകിലാണത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പുറകിൽ ഒരാത്മ മനുഷ്യൻ ഇടിക്കുന്നുണ്ട്. ആ ആത്മ മനുഷ്യനെ സെൻസ് ചെയ്യുക. അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവും വന്നു, വചനവും വന്നു. 2 കാര്യങ്ങളാൽ ആ മനുഷ്യൻ ജനിച്ചു. ഹല്ലേലൂയ. വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചു. റാബാസാക്കാറ്റ. പത്രോസിന്റെ ലേഖനം 1:23 പറയുകയാണ്, അവൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചു. റാബാഷാക്കാറ്റാസിയ. അപ്പം നിങ്ങളുടെ ആത്മാവിൻ്റെ അകത്ത് ജനനം നടന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ അകത്ത് ആമേൻ ഹല്ലേലൂയ ശൂന്യമായിരുന്നു. അത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നു എന്ന് എഫേസ്യ ലേഖനം 2:1 പറയുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ജനനത്താൽ അതിൽ ജീവിച്ചു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2 താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ അവൻ ഉയർപ്പിച്ചു, ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിൽ തിരിച്ചിരുത്തി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. ആ ആത്മമണ്ഡലം ഒന്ന് വളർന്നാൽ ആത്മാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ ദിവസങ്ങളിൽ തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ആത്മാവിൽ ഒരവകാശങ്ങളുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം എല്ലാം എഴുതിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മമനുഷ്യൻ വളരുന്നതനുസരിച്ച് ആത്മാവിലുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. ഹല്ലേലൂയ. നിങ്ങളോട് എനിക്ക് ദയവായിട്ടൊരു അപേക്ഷിക്കാനുള്ളത്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ, ഹല്ലേലൂയ, നിങ്ങൾ പലരും ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് അത് കിട്ടും, എനിക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞായിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധ പുറത്തെ കാര്യങ്ങളിൽ ആയിരിക്കാം ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പുറത്തെ കാര്യങ്ങൾ വരും, പക്ഷെ അത് വരുന്നത് അകത്ത് നിന്നാണ്. നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് പുറത്തേക്കല്ല, അകത്തേക്കാണ്. പുറത്തുള്ള ഭക്ഷണം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് യേശു പറഞ്ഞു. പക്ഷെ നമ്മളോട് ക്രിസ്തീയ ലോകം നിങ്ങളെ പലപ്പോഴും ഈ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വിളിച്ചത് ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, ഇന്ന് ഒരാൾ നിങ്ങൾക്ക് ആഹാരം തന്നാൽ, ഇന്ന് ഒരു ഭക്ഷണം നിങ്ങൾക്ക് ഒരു ദേവദാസനിൽ നിന്ന് കിട്ടിയാലും നാളെ അത് കിട്ടണമെന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പക്ഷെ നാളെ യേശു ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ആ 5 അപ്പവും 5000 ഒന്നും അവർക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? അവരുടെ അകത്ത് വന്ന ആത്മമണ്ഡലത്തിലേക്ക് ശ്രദ്ധ തിരിയണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ആത്മാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയേണ്ട സമയം ആയിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് വന്ന സ്പിരിറ്റ് മാനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ അകത്ത് വന്ന ആത്മ മനുഷ്യനിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം ചാടി വെളി വരും, അതിൻ്റെ അകത്തുനിന്ന് വസ്ത്രം ചാടി വെളി വരും, അതിൻ്റെ അകത്തൂടെ ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിട്ടാണ് നിങ്ങളുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ചത്. പക്ഷെ വീണ്ടും ജനിച്ച അവസ്ഥയിൽ ഇരിക്കരുത്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ, മോനെ നിന്റെ ശരീരം നീ ഇടയിട്ട് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഈ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, മോനെ നിന്റെ ശരീരം നീ ശ്രദ്ധിക്കണം, മോനെ നിന്റെ ശരീരം നീ ശ്രദ്ധിക്കുന്നില്ല, മോനെ നിന്റെ വണ്ണം കുറഞ്ഞു പോകുന്നു, അയ്യോ നീ അങ്ങ് ചെറുതായി പോകുന്നു, നീ അങ്ങ് അല്ലെങ്കിൽ വണ്ണം അങ്ങ് തീരെ കുറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ, നീ വെള്ളമൊന്നും കുടിക്കുന്നില്ലേ, നിന്റെ മുഖം എന്താ ഒട്ടിയിരിക്കുന്നത്, നിന്റെ മുഖം എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, നിന്റെ മുഖത്ത് എന്താ ഒരു ഊർജ്ജത ഇല്ലാത്തത്. ഇങ്ങനെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പറയും ശ്രദ്ധിക്കണം.
ശ്രദ്ധിക്കണം, ശരീരം ശ്രദ്ധിക്കണം കേട്ടോ, ശരീരം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ ദൂത് ശരീരം ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശരീരത്തെ അല്ല, നിങ്ങളുടെ ആത്മമണ്ഡലത്തെയാണ്. കാരണം നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിന്നാണ് സകലതും ഒഴുകാൻ പോകുന്നത്. യേശു അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മമനുഷ്യനിലേക്ക് ആയിരിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മമനുഷ്യനിലേക്ക് ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യുവർ ബ്യൂട്ടി should not come from outward adornment, such as elaborate hairstyles and the wearing of gold jewelry or fine clothes. Rather, it should be that of your inner self, the unfading beauty of a gentle and quiet spirit. പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ സൗന്ദര്യം ആമേൻ പൊന്ന് വെള്ളി അല്ലെങ്കിൽ തലമുടി പിന്നുന്നത് ഈ വിധ കാര്യങ്ങളായിരിക്കരുത്, പക്ഷെ ആത്മമനുഷ്യനാകുന്ന ഗൂഢ മനുഷ്യനായിരിക്കണം. നിങ്ങളുടെ സൗന്ദര്യം എവിടെയാണ്? നിങ്ങളുടെ ആത്മമനുഷ്യനാണ്. നിങ്ങളുടെ അകത്തൊരു വീണ്ടും ജനിച്ച മനുഷ്യനുണ്ട്. നിങ്ങളുടെ അകത്ത് യേശുവിനെ പോലൊരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ അകത്ത് യേശു തന്നെയുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ എക്സ്റേ എടുത്താൽ ദയ നിൽക്കുന്നു യേശു. റകലകധര. ഒരാടകത്ത് 5 വയസ്സുള്ള യേശു, ഒരാടകത്ത് 7 വയസ്സുള്ള യേശു, ഒരാടകത്ത് 10 വയസ്സുള്ള യേശു, പക്ഷെ യേശു തന്നെ. നിങ്ങളുടെ ഗൂഢ മനുഷ്യനാകുന്ന ആത്മമനുഷ്യനെ ശ്രദ്ധിക്കുവാൻ പത്രോസ് ആഹ്വാനം ചെയ്യുകയാണ്. പൊന്ന് വെള്ളി ഇലാബറേറ്റ് ഹെയർ സ്റ്റൈൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ഹല്ലേലൂയ നാളെ തൊട്ട് നിങ്ങൾ പൊന്നും വെള്ളിയും ഇടണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ സ്വർണ്ണം ഊരുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മമനുഷ്യനായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മമനുഷ്യനായിരിക്കണം. നിങ്ങളുടെ ആത്മമനുഷ്യൻ 2 DNA ജനിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്. ഈ 2 കാര്യങ്ങളെ നിങ്ങൾ അകത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ 1 തീമോഥെയോസിന്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 തീമോഥെയോസ് 1 Timothy 4:8. For physical training is of some value, but godliness has value for all things, holding promise for both the present life and the life to come. Hallelujah. അവിടെ എഴുതിയിരിക്കുകയാണ് ഹല്ലേലൂയ, ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഇച്ചിരി വാല്യൂ ഉള്ളൂ, പക്ഷെ അകത്തെ മനുഷ്യന്റെ ട്രെയിനിങ്ങിന് ഭയങ്കര വാല്യൂ ആണ്. അതിൻ്റെ അകത്ത് ജീവനെ അത് പ്രതിദാനം ചെയ്യുകയാണ്, അത് ജീവൻ തരുന്നതാണ്. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ലൈഫ് ഉണ്ട്. അതിൻ്റെ അകത്ത് ജീവനുണ്ട്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. അതിനെ വർദ്ധിപ്പിക്കുക. ശരിക്കുമുള്ള വേൾഡ് ആത്മമണ്ഡലമാണ്. നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിക്ഷേപിക്കുക. പലപ്പോഴും ഈ ബൈബിളിലെ പല വാക്യങ്ങളും കണ്ടാൽ നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനാണോ യേശു പറഞ്ഞത് എന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഒരിടത്ത് മത്തായിയിൽ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ഈ ഭൂമിയിൽ നിങ്ങൾ പൊന്നും വെള്ളിയും അതും ഇതുമൊക്കെ ഒന്ന് സ്വരൂപിക്കണ്ട, നിങ്ങൾ അത് സ്വർഗത്തിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വർഗം എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്വർഗത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ആമേൻ കാര്യങ്ങളെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മണ്ഡലത്തെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ആത്മ മനുഷ്യനെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആത്മമനുഷ്യൻ നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനെ ഭരിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനായി മാറും. നിങ്ങളുടെ ആത്മമനുഷ്യനിൽ വിലയേറിയ നിക്ഷേപങ്ങളെ നിക്ഷേപിക്കുക. അതിന് വിലയുണ്ട്. നിങ്ങളുടെ ആത്മമനുഷ്യനിൽ നിങ്ങൾ നടത്തുന്ന വിലയേറിയ നിക്ഷേപങ്ങൾ അതിന് പരിശുദ്ധാത്മാവ് വില തരാൻ പോവുകയാണ്. യേശു ആമേൻ നിക്ഷേപിക്കണ്ട എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ നിക്ഷേപിക്കുക. ഇതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ യോഹന്നാൻ 3:3 വരുമ്പോൾ നമുക്ക് കാണാം, വീണ്ടും ജനിക്കാത്തവനാരും ദൈവരാജ്യം കാണുന്നില്ല. അപ്പോൾ വീണ്ടും ജനിച്ചവൻ ഇപ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിൽ. അപ്പോൾ യേശു ആമേൻ അതിൽ നിക്ഷേപിക്കണം, സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും ജനിച്ച നിന്റെ
ആത്മമനുഷ്യനായിരിക്കുന്ന സ്വർഗസ്ഥലങ്ങളിൽ നിക്ഷേപങ്ങളെ ശ്രദ്ധിക്കുവീൻ. അവിടെ ആണ് നിന്റെ നിക്ഷേപം എന്ന് നിന്റെ ഹൃദയത്തെ പറഞ്ഞു പഠിപ്പിക്കുവീൻ. അല്ലെങ്കിൽ നിന്റെ ആത്മമനുഷ്യൻ ഉള്ള ഇടമായ ആത്മമണ്ഡലമാണ് ശരിക്കുമുള്ളത്, ബാക്കിയെല്ലാം അഴിഞ്ഞു പോകും. ആ ആത്മമനുഷ്യനിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കാര്യങ്ങൾ ഒഴുകട്ടെ. ഇതാണ് യേശു പറഞ്ഞത്. അല്ലാതെ ഒന്നുമില്ലാത്തവനായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ ഒന്നും അല്ല യേശു പറഞ്ഞത്. എല്ലാത്തിൻ്റെ ആരംഭം ആത്മമണ്ഡലമായിരിക്കണം. ആത്മമണ്ഡലത്തിലാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ദൈവം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. ആ ഉദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് നടക്കുന്നത് നിങ്ങളുടെ ജഡമനുഷ്യനല്ല, നിങ്ങളുടെ ആത്മമനുഷ്യനാണ്. അപ്പോൾ ആത്മാവിൽ ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആ നിക്ഷേപത്തിൽ കാര്യങ്ങൾ ആമേൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ആ ആത്മമനുഷ്യനിൽ നിക്ഷേപിച്ചാൽ ആത്മമനുഷ്യൻ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി അതിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ജഡമനുഷ്യനിൽ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ജഡമനുഷ്യൻ തൻ്റെ എന്തിനൊക്കെ വേണ്ടിയ ജഡത്തിലെ മോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അഹങ്കാരം, ഈ വിധ കാര്യങ്ങൾക്കായിട്ടാണ്, തെറ്റായ കാര്യങ്ങൾക്കാണ് ജഡമനുഷ്യൻ്റെ നിക്ഷേപങ്ങൾ ജഡമനുഷ്യൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ആത്മമനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന നിക്ഷേപങ്ങൾ ആത്മമനുഷ്യൻ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ്. യേശു സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ ആത്മമനുഷ്യനിൽ നിക്ഷേപിക്കുക, നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്നല്ല, പക്ഷേ നിന്റെ ഉദ്ദേശത്തിനു വേണ്ടി, ദൈവം നിന്നെ വിളിച്ചതിനു വേണ്ടി ഉപയോഗിക്കുവാൻ നിന്റെ ആത്മമനുഷ്യനെ വികസിപ്പിക്കുക, നിന്റെ ആത്മമനുഷ്യനെ വലുതാക്കുക. നിന്റെ ആത്മമനുഷ്യൻ ഒരു വലിയ ട്രഷറി ആയിട്ട് മാറട്ടെ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ നിക്ഷേപം ആത്മമണ്ഡലത്തിൽ സ്വരുക്കൂട്ടുക, ആത്മമനുഷ്യനിൽ ഇടുക. ആത്മമനുഷ്യനിൽ നിന്ന് അത് വെളിയിലേക്ക് വരും. ആത്മമനുഷ്യനിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അത് വെളിയിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ് അത് വെളിയിലേക്ക് വരുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ല. ഈ ലോക മനുഷ്യൻ എന്തിനാണ് ട്രഷറി ഇടുന്നത്? എന്തിനാണ് ട്രഷർ സൂക്ഷിക്കുന്നത്? അഹങ്കരിക്കുവാൻ, ജീവനത്തിൻ്റെ പ്രതാപത്തിനായി, കൺമോഹത്തിനായി, അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുവാനായി. എന്നാൽ ഹല്ലേലൂയ, ആത്മമനുഷ്യനിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ കാര്യവും ദൈവ ഉദ്ദേശത്തിൽ ചെയ്യുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ ഒരിക്കലും തെണ്ടി തിരിയേണ്ടി വരത്തില്ല. നിന്റെ സ്പിരിറ്റ് വലുതാക്കിയാൽ, നിന്റെ ആത്മമനുഷ്യനെ നീ വലുതാക്കാൻ സഹകരിച്ചാൽ, ഞാനൊരു ദൂത് പറയാം, നീ ഒരിക്കലും തെണ്ടി തിരിയേണ്ടി വരത്തില്ല. യേശു പറഞ്ഞു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നത് നീ വിചാരപ്പെടേണ്ട, അത് ദൈവരാജ്യം സപ്ലൈ ചെയ്തോളും. അല്ലെങ്കിൽ നിന്റെ ആത്മാവിൽ നീ എവിടാണോ ഇരിക്കുന്നത്, ആത്മമണ്ഡലം അതിനെ സപ്ലൈ ചെയ്തോളും. ആത്മമണ്ഡലത്തിൽ നിന്നത് വെളിയിലേക്ക് വന്നോളും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഹല്ലേലൂയ, ആത്മാവിൽ സമ്പന്നരാകുവിൻ. ആ ഒരു വാശി വേണം കേട്ടോ. യേശു പറഞ്ഞു, എപ്പോഴും ആത്മാവിൽ ഒരു ദാഹം വേണം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മമനുഷ്യനിൽ ഒരു ദാഹം എപ്പോഴും വേണം. കർത്താവ്, ഇത് പോരാ, എനിക്ക് ആത്മാവിൽ സമ്പന്നനാകണം, എനിക്ക് ആത്മാവിൽ സമ്പന്നനാകണം, എനിക്ക് ആത്മാവിൽ വലുതാകണം, എനിക്ക് ആത്മാവിൽ നിക്ഷേപിക്കണം, എനിക്ക് ആത്മാവിൽ ആത്മമനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ ഉദ്ദേശം പോലെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മാവിൽ വലിയ നിക്ഷേപങ്ങൾ ഉള്ളവരായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ തീർക്കാനായിട്ട് പോകുന്നു. ആത്മാവിൽ വലിയ നിക്ഷേപങ്ങൾ ഉള്ളവരായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ തീർക്കാനായിട്ട് പോകുന്നു. ആത്മാവിൽ നിന്ന് അത് വെളിയിലേക്ക് ഒഴുകട്ടെ, ആത്മാവിൽ നിന്ന് അത് വെളിയിലേക്ക് എടുക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. പരിശുദ്ധാത്മാവേ, അവരുടെ ആത്മമനുഷ്യൻ അധികം ശക്തമാകട്ടെ, അവരുടെ ആത്മമനുഷ്യൻ അധികം സ്ട്രോങ് ആകട്ടെ. അവരുടെ ആത്മമനുഷ്യന് വേണ്ടി
അവർ സമയം ചെലവഴിക്കട്ടെ, അവരുടെ ആത്മമനുഷ്യനെ കെട്ടിപ്പടുത്തട്ടെ, അവരുടെ ആത്മമനുഷ്യനുള്ള നദികൾ വർദ്ധിക്കട്ടെ, അവരുടെ ആത്മമനുഷ്യനിൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെ അവർക്ക് വേണ്ടി പകർന്നുവോ അത് മുഴുവൻ ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിലേക്ക് ഒഴുകട്ടെ, അവരുടെ വീട്ടിലേക്ക് ഒഴുകട്ടെ, അവരുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക്, അവരുടെ നാട്ടിലേക്ക്, അവരുടെ സൊസൈറ്റിയിലേക്ക് ഒക്കെ ഈ ജീവജല നദികൾ ഒഴുകി പാഞ്ഞെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. അവർ ഇരുട്ടിലല്ല, അവർ വെളിച്ചത്തിലാണ്. അവർ ദാഹത്തിലല്ല, അവർ ജീവജല നദിക്കകത്താണ്. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം ശാപങ്ങളെ ഞങ്ങൾ അഴിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ ആത്മമനുഷ്യൻ തുറക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ശാപങ്ങൾ മുഴുവൻ ആമേൻ ജീവജല നദികൾ കൊണ്ട് മുങ്ങുമാറ് ഹല്ലേലൂയ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ. ഒരു പുതിയ അനുഭവത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഹപ്പാ ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തെ ഒന്നുകൂടെ ബ്ലസ് ചെയ്യുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 17 വർഷമായി മുട്ട് തേയ്മാനം, 2 മുട്ടിനും തേയ്മാനമായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ളൂ കഴിക്കാത്തത്. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി മരുന്ന് എടുക്കണ്ട, മുട്ട് 2 മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാനേ പറ്റത്തില്ലായിരുന്നു. ഞാനിപ്പോ ഈ സൂം തുടങ്ങിയപ്പോ മുതലേ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യണുണ്ട്. മെസ്സേജൊക്കെ ബ്രദറിൻ്റെത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മെസ്സേജൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോ മുതലേ നമുക്ക് ആത്മാവില് ചില മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കൂടുതലായിട്ട് കർത്താവിനോട് ഒരു ഇന്റിമസി തോന്നി തുടങ്ങി. അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ അതിലിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ടൊരു ചൂടനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്റെ കാലുവേദന ഭയങ്കര സൗഖ്യപ്പെടണം. അത് ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല, സൗഖ്യമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങോട്ട് വെയിറ്റ് കുറയണത് പോലെ തോന്നുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ മോളെന്നോട് പറയണം നമുക്ക് പൊക്കം വെച്ചല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ നടക്കുമ്പോ എനിക്ക് നന്നായിട്ട് വേദന അധികം തോന്നണില്ല. പിന്നെ ഞാൻ അപ്പൊ ചെറിയ ചെറിയ വേദന ഇങ്ങനെ മാറുമ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് മാറി. എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഒരടി പോലും സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ആരെങ്കിലും പിടിച്ചൊക്കെയാണ് എന്നെ വണ്ടി കയറ്റണം. സ്കൂട്ടറിലൊന്നും എനിക്ക് കയറാനേ പറ്റൂലായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളൊക്കെ മാറി. ഇപ്പൊ ഞാനൊരു അത് മുട്ടിന്റെ തേയ്മാനമായിരുന്നോ? ഡോക്ടർമാർ എന്താണ് അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്? ഡോക്ടർമാര് പറഞ്ഞത് ഇത് ഇനി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ ചെയ്യണം, അല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ശസ്ത്രക്രിയ പറഞ്ഞിരുന്നതാണ്, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനെന്ന് പറഞ്ഞു. ഈ മുട്ട് തേയ്മാനം കാരണം ആന്റിക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ എന്താണ് മാറ്റം ഉണ്ടായത്? ഈ മുട്ട് തേയ്മാനത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് വന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര വേദനയായിരിക്കും. ഒരു അടി നടക്കാനായിട്ട് പറ്റില്ല. മുട്ടിന്റെ അകത്ത് ഭയങ്കര പെയിനാണ്. പിടിച്ചു വേണം പിള്ളേരൊന്ന് ഇറക്കാനൊക്കെ, പുറത്തോട്ടൊക്കെ ഇറക്കാനായിട്ടൊക്കെ. അത്രക്ക് വേദനയായിരുന്നു. ഒന്ന് വണ്ടി കയറണമെങ്കിലും ആരെങ്കിലും പിടിച്ചൊക്കെ കയറ്റണം. അത്ര വേദന സഹിച്ചോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി വണ്ടിയിൽ കയറാൻ പറ്റണം. ഇപ്പൊ 2 ആഴ്ചയായിട്ട് എനിക്ക് ചർച്ചിൽ പോകാൻ, ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയത് കൊണ്ട് ചർച്ചിലെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടും ജംഗ്ഷനിലാണ് ആക്കണത്. അപ്പൊ ആ ജംഗ്ഷനിൽ നിന്ന് വീട് വരെ 20 മിനിറ്റ് നടക്കണം. ആ 20 മിനിറ്റ് നടന്നിട്ട് എനിക്ക് ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച ഞാൻ അങ്ങനെ നടന്നു. ഈ 2 ആഴ്ചയായിട്ട് ആന്റിയുടെ മുട്ടിന് വേദന ഉണ്ടായിട്ടില്ല? ഇല്ല. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു? ഒട്ടും നടക്കാൻ പറ്റൂല. അത്രയും സന്തോഷമാണ് എനിക്ക്. ഞാൻ ഈ സൂമിൽ കയറിയത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ വലിയൊരു ദൈവത്തെ കൂടുതൽ അറിഞ്ഞപ്പോ ബ്രദറിലൂടെയുള്ള വചനങ്ങൾ വലിയ വിടുതലാണ്. ഇത് മാത്രമല്ല ബ്രദറെ, നമുക്ക് ഉള്ളിലും ഇതുപോലെ നല്ല രൂപാന്തരീകരണം വരണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയുണ്ട് എന്റെ പ്രഷർ, എന്റെ കൊളസ്ട്രോൾ, ഇയർ ബാലൻസ്, ഇതെല്ലാം എനിക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. ഞാൻ അത്രയും സന്തോഷത്തിലാണ്. ഏതൊക്കെയാണ് ആന്റി? പ്രഷർ, കൊളസ്ട്രോള്, ഇയർ ബാലൻസ്. ഈ 3നെ കുറിച്ചും എന്തായിരുന്നു ചികിത്സകൾ ഉണ്ടായിരുന്നോ? ഡോക്ടർമാർ എന്താണ് പറഞ്ഞിരുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ ജീവിതാവസാനം വരെ മരുന്നെടുക്കണം. 17 വർഷം ഇതും കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പ്രഷറിന്റെ ഇതിന്റെ മരുന്ന്, കൊളസ്ട്രോളിന്റെ. ഇയർ ബാലൻസ് പിന്നെ കഴിഞ്ഞിടക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു?
ആ ആ ആ ആ, അല്ല ഇപ്പൊ അത് നോർമൽ ആയി എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? എങ്ങനെ അറിയാം നോർമൽ ആയെന്ന്? എനിക്ക് മെഷീൻ ഉണ്ട് ഇവിടെ. അപ്പൊ മെഷീനിൽ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. ആ കണ്ട്. നോർമലാ കാണിക്കുന്നത്. അതെ അതെ. ഓ ഹാലേലു. ഇപ്പം പണ്ട് പ്രഷറൊക്കെ കാരണം മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലകറക്കം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തലവേദന, തലയുടെ ബാക്കിൽ ഞരമ്പ് വലിഞ്ഞു പിടിക്കുന്ന പോലത്തെ ഒക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.